മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ കുറേ എപ്പിസോഡുകളായിട്ട് ചിന്തിക്കുന്നത്. നമ്മളെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. ഇനിയും ചില കാര്യങ്ങളൂടെ അതിനകത്ത് പറയാനുണ്ട്. അത് നമ്മളെ ഉൽപ്രാവണത്തെക്കുറിച്ച് പറയുമ്പോഴത് സമയത്ത് പറയാം. എന്നാലും നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങളാണ് കൂടുതൽ റെഫർ ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനകത്തെല്ലാം ഈ 7 പറഞ്ഞൊരക്കം ഭയങ്കരമായിട്ടതിൽ റെഫർ ചെയ്യുന്നുണ്ട്. 7 പൊൻനിലവിളക്ക്, 7 നക്ഷത്രം, 7 ദീപം, 7 ആത്മാക്കൾ, 7 മുദ്രകൾ, ഇങ്ങനെ പറഞ്ഞ് എല്ലാം 7 ക്രോധകലശം, 7 കാഹളം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ 7 എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ 7 എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ 7 ഒരു പൂർണ്ണതയുടെ ഒരു ചിഹ്നമാണ്. ദൈവത്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാത്തിനും ഈ 7 ഉണ്ട് എന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഇത് പറയാനുള്ള കാര്യം 7 സഭകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ 7 സഭകളുടെയും നല്ല കാര്യങ്ങളും അതുപോലെ 7 സഭകൾക്കുള്ള കുറവിനെക്കുറിച്ചുമൊക്കെ യേശുക്രിസ്തു പറയുന്നതായിട്ട് നമുക്ക് കാണാം. യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ടു. ആ പത്മോസ് ദ്വീപിൽ കണ്ട ദർശനം എഴുതിയിരിക്കുന്നത് തുടങ്ങുന്നത് ആദ്യം തൊട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാമല്ലോ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 7 സഭകളെക്കുറിച്ച് വിവിധ കാലഘട്ടങ്ങൾ പ്രവർത്തിക്കുന്ന അന്നുണ്ടായിരുന്ന സഭകൾ തന്നെയാണ്. എന്നാൽ ഇതിൽ കൂടുതൽ സഭകൾ ഉണ്ടായിരുന്നുവെന്ന്. എന്നാൽ ഈ സഭകൾ 7 സ്പെസിഫിക്കായിട്ട് എടുത്തിട്ട് ചില നല്ല കാര്യങ്ങളും അവരുടെ കുറവുകളും പറയുന്നത് ഈ വരുന്ന കാലങ്ങളിൽ അതൊരു മാർഗദർശനമായിരിക്കട്ടെ എന്ന് സഭകൾക്കൊരു ദൂതായിട്ട് അത് തന്നിരിക്കുന്നത് നമുക്കും ഈ കാലഘട്ടത്തിൽ പ്രായോഗികമാണ്. അതുകൊണ്ട് നമുക്ക് ആ ദൂതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. ഈ 7 സഭകളെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ദൈവസഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സർവ്വലോകീയ സഭയെക്കുറിച്ച് പറഞ്ഞു, യേശുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചും എല്ലാം നമ്മൾ പറഞ്ഞു, ലോക്കൽ ചർച്ചസിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലുള്ള 7 സഭകളെ കുറിച്ചും ഒരു സ്റ്റഡി നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സഭയുടെ ക്യാരക്ടർ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്ന സഭകൾ ഏത് രീതിയിലായിരിക്കണം എന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ട് ഉൽപ്രാവണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കയറാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ 7 സഭകളെന്ന് പറഞ്ഞിരിക്കുന്നത് എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഇതാണ് 7 സഭ പറയുന്നത്. 2ഉം 3ഉം അധ്യായങ്ങളിൽ, വെളിപ്പാട് പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളിൽ ഉള്ള സഭയാണ്. ആ സമയത്ത് ഈ സഭകളൊക്കെ ആ സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ കാലഘട്ടമായിട്ട് വേദശാസ്ത്ര പണ്ഡിതന്മാർ അത് വിശകലനം ചെയ്യുമ്പോൾ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ സഭയായിരുന്നു എന്ന ഒരു പഠിപ്പിക്കലുണ്ട്. ഏകദേശം 10 റോമൻ ചക്രവർത്തിമാരായിരുന്നു ക്രിസ്തീയ സഭയെ പീഡിപ്പിച്ചത്. AD 64 തൊട്ട് 305 വരെയുള്ള പീരീഡിലായിരുന്നു ഏറ്റവും കൂടുതൽ പീഡനം ക്രിസ്തീയ സമൂഹത്തിന് വന്നത്. നീറോയുടെ കാലം തൊട്ട് ആരംഭിച്ചു. നീറോ, ഡൊമീഷ്യൻ, ട്രാജൻ, ഒർലിയോസ്, സാവോസ്, മാക്സിമസ്, ഡിസിയസ്, വറലൈൻ, ഒർലിയൻ, ഡയക്ലീഷ്യൻ, ഇത്രയും 10 പേരായിരുന്നു ഉണ്ടായിരുന്നത് വിവിധ കാലഘട്ടങ്ങളിലായിട്ട്. ഇവരൊക്കെ തന്നെ ആദിമസഭയെ പീഡിപ്പിച്ചവരാണ്. ഈ സഭകൾ ആ സമയത്ത് പീഡനത്തിൽ കൂടി കിടന്ന സഭയെ യേശുക്രിസ്തു ഏത് രീതിയിൽ കണ്ടു എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കാം. ഈ 7 സഭകൾ പറഞ്ഞിരിക്കുന്ന എഫെസോസ് തൊട്ട് ലവോദിക്ക വരെയുള്ള സഭകൾ നമ്മൾ പറയുന്നത് അത് നോക്കിയാൽ ഒരേ വീതിയിൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ പത്മോസിൽ നിന്ന് യാത്ര തിരിക്കുന്ന ഒരു വ്യക്തി ആദ്യം എഫെസോസിൽ, പിന്നെ ഏകദേശം 30 മൈൽസ് വടക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ സ്മുർനയിലെത്തും. അവിടെ നിന്ന് പെർഗമോസിൽ നിയറസ്റ്റ് ആണ്, അവിടെ എത്തിച്ചേരാൻ പറ്റും. പിന്നെ തെക്ക് കിഴക്കായി യാത്ര ചെയ്താൽ തുയഥൈരയിലും സർദീസിലും ഫിലദൽഫിയയിലും ലവോദിക്കയിലും എത്തിച്ചേരും. അന്നേരം അങ്ങനെ നോക്കിയാൽ പോലും അടുത്തുള്ള സഭകളാണ്, വലിയൊരു ദൂരമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ സഭയിലെ
ഇനി നല്ല കാര്യങ്ങൾ നടന്നതും ഈ സഭയിൽ ഇനി എന്തൊക്കെ കുറവുണ്ടായിരുന്നു എന്നുള്ളതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള സമയങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. ഈ എഫെസോസ് സഭയെക്കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ AD 30 മുതൽ 100 വരെയുള്ള ഒരു പീരീഡിലുണ്ടായിരുന്ന ഒരു സഭയുടെ ക്യാരക്ടറായിരുന്നു എഫെസോസ് സഭ കാണിച്ചിരുന്നത്. AD 30 മുതൽ 100 വരെയുള്ള. അന്നേരം അവർക്ക് ഈ പറഞ്ഞ പോലെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവ് അവർക്ക് പറയാനായിട്ടുണ്ട് എന്ന് നമ്മളെ കാണുന്നുണ്ട്. സ്മിർന സഭയുടെ ഒരു ടൈം നോക്കിയാൽ, സഭയുമായിട്ട് ടൈം നോക്കിയാൽ AD 100 തൊട്ട് 313 വരെയുള്ള കാലഘട്ടമായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ ആ സമയം പീഡിപ്പിക്കപ്പെട്ട സഭയായിരുന്നു. ഏറ്റവും കൂടുതൽ പീഡനം ഉണ്ടായിരുന്ന സമയമായിരുന്നു ഈ സമയങ്ങളിൽ. ഡൊമീഷ്യനും അതുപോലെ ട്രാജൻ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് പീഡിപ്പിച്ചിട്ടുണ്ട്. ഡയക്ലീഷ്യൻ ഇവരൊക്കെ സഭ ശരിക്കും പീഡിപ്പിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ വിശ്വാസികളെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ എല്ലാം കൊന്നത് ഈ പീരീഡുകളിലൊക്കെ ആയിരുന്നില്ല. 90-നും മുമ്പുള്ള സമയങ്ങളിലാണ് കൊന്നത്. നീറോ ചക്രവർത്തിയുടെ പീരീഡിലും ഡൊമീഷ്യൻ്റെ പീരീഡിലും ഒക്കെയാണ് കൊന്നത്. അവിടെയൊക്കെ തന്നെ പീഡനം സഭ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് കാണുന്നു. സ്മിർന പീരീഡിലും പീഡനം ധാരാളമായിട്ടുള്ള സമയമായിരുന്നു. പെർഗമോസ് കാലഘട്ടം എന്ന് പറയുന്നത് AD 313 തൊട്ട് 500 വരെയുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് രാഷ്ട്രീയവും അതുപോലെ ലോകവുമൊക്കെ മിക്സ് ചെയ്ത് ഉള്ള ഒരു സമയമായിരുന്നു പെർഗമോസ് കാലഘട്ടം എന്ന് പറയുന്ന പോലെയല്ല ജീവിക്കുന്ന, പഠിപ്പിക്കുന്ന വേറെ രീതിയിൽ, പണത്തിന് വേണ്ടിയും പവറിന് വേണ്ടിയും ജീവിക്കുന്ന ഒരു രീതിയിൽ സഭയിലെ ഒരുപാട് കളങ്കിതമായിട്ടുള്ള കാര്യങ്ങൾ കയറിക്കൂടിയ സമയം അതാണ്. പിന്നീടുള്ള സമയം 500 തൊട്ട് 1500 വരെയുള്ള പീരീഡാണ് തുയഥൈര കാലഘട്ടം എന്ന് പറയുന്നത്. അത് ഒരു അന്ധകാര സമയം എന്ന് വിശേഷിപ്പിക്കുന്നു. അതൊരു അന്ധവിശ്വാസത്തിലും ആചാരത്തിലുമൊക്കെ ആളുകളെല്ലാം തെറ്റിപ്പോയൊരു സമയമായിട്ട് തുയഥൈര കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നുണ്ട്. പിന്നീടുള്ള കാലഘട്ടമാണ് സർദീസ് കാലഘട്ടം. AD 1500 തൊട്ട് 1700 വരെയുള്ള സമയം ഒരു ചാകാറായ ശേഷിപ്പ്. ഈ ചാകാറായ ശേഷിപ്പെയാണ് നവീകരണം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സർദീസ് കാലഘട്ടത്തിലാണ് നവീകരണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിലദൽഫിയ കാലഘട്ടം ഒരു ആത്മീയ ഉണർവ് വരുന്ന സമയമാണ്. AD 1700 തൊട്ട് 1900 വരെ. അത് സഹോദര സ്നേഹം കാണിക്കുന്ന ഒരു കാലഘട്ടം ഫിലദൽഫിയ കാലഘട്ടം എന്ന് പറയുന്നു. പിന്നെ വീണ്ടും AD 1900 തൊട്ട് ഇപ്പോഴെ തുടർന്നുകൊണ്ടിരിക്കുന്ന സഭ, കർത്താവിൻ്റെ രഹസ്യ വരവ് വരെ തുടരുന്ന സഭ എന്ന് പറഞ്ഞാൽ ഒരു ശീതോഷ്ണാവസ്ഥ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്തൊരവസ്ഥ. അതാണ് ലവോദിക്ക കാലഘട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 7 കാലഘട്ടം ഈ രീതിയിൽ നമുക്ക് ചിത്രീകരിക്കാം. കാരണം അതിൻ്റെ സ്റ്റൈൽ ആൻഡ് നേച്ചർ വെച്ച്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കർത്ത ദിവസത്തിൽ ആത്മവിവശനായി, നീ ആ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി ഈ സഭകൾക്ക് അയക്കുക എന്നുള്ള ഒരു മഹാനാദം അവൻ്റെ പുറകിൽ കേട്ടു. ഈ സഭകളുടെ പേര് നേരത്തെ പറഞ്ഞു: എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ. അങ്ങനെയാണ് ഇത് എഴുതുന്നത്. ശരിക്കും ഇത് എഴുതുന്നത് ഈ കാണുന്ന ഈ പുസ്തകത്തിൽ എഴുതി ഈ 7 സഭകൾക്ക് അയക്കുക എന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടത് 7 പൊൻവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദർശനായ, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ, ഹിമത്തോളം വെണ്ണയും, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ട് പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായിരുന്നു. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുകളുള്ള കർത്താവ്. ഈ അഗ്നിജാലയ്ക്കുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി എല്ലാം കാണുകയും പരിശോധിക്കുകയും ചെയ്യുന്ന കാര്യം, എല്ലാ ഹിഡനായിട്ടുള്ള കാര്യം വരെയും പരിശോധിക്കുന്നു. എക്സ്റേ എടുക്കുമ്പോഴേ അകത്തുള്ള ഡിഫക്റ്റ് അറിയുന്നത് പോലെ സഭകളിലുള്ള ഡിഫക്റ്റ് എല്ലാം കറക്റ്റ് പറയുകയും ഏത് രീതിയിൽ അതനുസരിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള സജഷൻസും അതിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുന്നു. 7 സഭകൾക്കുമുള്ള അഡ്വൈസാണ്. അതുമായിട്ട് ചേർന്നിട്ടാണ് പിന്നീട് ബാക്കിയുള്ള യേശുക്രിസ്തുവിൻ്റെ
മഹത്വ പ്രത്യക്ഷതയുടെ കാര്യങ്ങളും എല്ലാം പിന്നീട് പറയുന്നതെല്ലാം ഇതിന് തുടർന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ സഭയ്ക്ക് എഴുതുന്ന ഒരു സന്ദേശമായതുകൊണ്ട് ഈ സഭ എന്ന് പറയുന്ന ആ സമയത്തുള്ള ഒരു സ്ഥലകാല സഭ എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് ഈ സഭ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വരെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സഭയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിലാണ് എഫെസോസ് സഭയുടെ മെസ്സേജ് കിടക്കുന്നത്. എഫെസോസ് എന്ന് പറഞ്ഞാൽ തന്നെ ആകർഷിക്കുന്ന ഒരു പട്ടണം എന്നാണ് അതിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ. ആസിയയിലെ റോമൻ പ്രവിശ്യയിലെ തലസ്ഥാന പട്ടണമായിരുന്നു എഫെസോസ്. ഏഷ്യ മൈനറിലെ ശരിക്കും തുറമുഖം ഉണ്ടാക്കപ്പെട്ട ഇവിടെയാണ്. ഇവിടെ വലിയ കപ്പലുകൾ വരുമായിരുന്നു. അതുകൊണ്ടൊരു വ്യാപാര സെൻ്ററായിരുന്നു ഈ എഫെസോസ് എന്ന് പറയുന്നത്. ഈ 2 മലകളുടെ താഴെ പ്രിയോൻ കൊർസസ് എന്ന് പറയുന്ന 2 മലകളുടെ താഴെയായിട്ടുള്ള ഒരു പട്ടണമായിരുന്നു. അതുകൊണ്ട് അതിനെ കമനീയം എന്ന് പറയുന്ന അർത്ഥത്തിൽ എഫെസോസ് എന്ന് വിളിച്ചിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥയും മണ്ണും എല്ലാം ഫലപുഷ്ടമായിരുന്നു. എഫെസോസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം, ഡയാന ക്ഷേത്രം ഉണ്ടായിരുന്നു. 1000-ലധികം തൂണുകളിലായി ഓരോ തൂണിനും 60 അടി ഉയരത്തിൽ കൊത്തുമണി കൊണ്ട് വിവിധ നഗ്നരൂപങ്ങളും ഒക്കെ കൊത്തി അതിനകത്ത് വെച്ചിരിക്കുന്നു. ആർത്തമീസ് എന്ന ദേവിയെ പ്രസാദിപ്പിക്കാൻ 100 കണക്കിന് ദേവദാസികളുമായി അധാർമിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു സംസ്കാരവും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ജാതീയ ആരാധനയും മൂഢവിശ്വാസവും ഈ പട്ടണത്തെ അന്ധകാരത്തിലേക്ക് നയിച്ചു. ക്യൂൻ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞ എഫെസോസിനെ രാജ്ഞി എന്നറിയപ്പെട്ടിരുന്നു. പ്രധാനമായിട്ടും അവിടെ നേരത്തെ പറഞ്ഞ പോലെ പോർട്ടുണ്ടായിരുന്നു. അവിഹിത ബന്ധത്തിന്, ഉല്ലാസ ജീവിതത്തിന് ഒക്കെയുള്ള ഒരു സെൻ്ററായിരുന്നു എന്ന് നമുക്ക് അറിയാം. കാരണം എല്ലാ വ്യാപാരികളുടെയും ധനം സംരക്ഷിക്കുന്നത് ഡയാന മന്ദിരത്തിൽ ഡയാനയായിരുന്നു, ആ ദേവിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം. ഡയാന ക്ഷേത്രത്തിലെ ആ ദേവി ആർത്തമീസ് എന്ന ദേവി, അതിന് വ്യാപാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവിയായിരുന്നു ആർത്തമീസ് ദേവി. ആ ദേവി ധനത്തെയും വ്യാപാരത്തെയും കാക്കുന്നു എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 19:24 വെള്ളി കൊണ്ട് ആർത്തമീസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ദെമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് വെള്ളി കൊണ്ട് രൂപങ്ങൾ വ്യാപാരത്തിന് വളരെ പ്രാധാന്യം അർഹിച്ച ഒരു പട്ടണമായിരുന്നു ഈ എഫെസോസ് പട്ടണം. പിന്നീട് അതെല്ലാം തകർന്നടിഞ്ഞു. സ്മുർനയിലേക്ക് സാമ്പത്തിക വ്യാപാരങ്ങൾ മാറ്റപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ എഫെസോസ് സഭയ്ക്ക് ആദ്യത്തെ ദൂത് എഴുതുവാൻ കാരണം? ഒരുപാട് കാരണങ്ങൾ കാണാം. എന്നാലും പ്രധാനമായിട്ട് ഒന്ന്, തുറമുഖത്ത് നിന്ന് അധികം ദൂരമില്ലാത്ത സഭയാണ് എഫെസോസ്. എഫെസോസ് പട്ടണം എല്ലാ വിധത്തിലും അറിയപ്പെട്ട പോലെ അവിടെയുള്ള സഭയും എക്കാലവും അറിയപ്പെട്ട സഭയത്രേ, എല്ലായിടത്തും അറിയാമായിരുന്നു. പിന്നെ അതുപോലെ അപ്പല്ലോസ്, പൗലോസ്, തിമോത്തിയോസ്, അക്വില, പ്രിസ്കില ഇവരെല്ലാം പ്രവൃത്തി സ്ഥലമായിരുന്നു ഈ എഫെസോസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അവസാന നാളിൽ അപ്പോസ്തലനായ യോഹന്നാൻ അവിടുത്തെ ബിഷപ്പായി, ആ ചർച്ചിൻ്റെ ബിഷപ്പായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഈ എഫെസോസ് സഭ വെറും 12 പേരായിട്ട് തുടങ്ങിയ ഒരു സഭ, 12 പേര് മാത്രമായിരുന്നു പൗലോസ് ഈ സഭയെ സന്ദർശിക്കുമ്പോൾ. എന്നാൽ അവർ എല്ലാവരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. ഇതായിരുന്നു തുടക്കം. പിൽക്കാലത്ത് ഏഷ്യ മൈനറിൽ അവിടെ നിന്നാണ് വേലയ്ക്കായിട്ട് ആളുകൾ പുറപ്പെട്ടത്. അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചതും ഈ സ്ഥലത്തായിരുന്നു എന്ന് നമുക്ക് കാണാം. അനേക എതിർപ്പുകൾ ഉണ്ടായിരുന്നു. 3 സംവത്സര എതിർപ്പുകളുടെ മധ്യത്തിൽ താൻ അവിടെ കണ്ണീരോടും പ്രാർത്ഥനയോടും കൂടെ വേല ചെയ്തു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദുരുദ്ദേശങ്ങളെക്കുറിച്ച് എല്ലാം അവിടെ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലെ
പൗലോസ് തന്നെ പറയുന്നുണ്ട്. അവിടെ ഉള്ള ദുരുദ്ദേശങ്ങളെക്കുറിച്ചും അവിടെ ഏത് രീതിയിൽ ജീവിക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാം അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ. ഈ വാക്യങ്ങളിലേക്ക് നമുക്ക് കയറാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതുക: എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രവും വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊന്നുകളുടെ നിലവിളക്കുകളുടെയും നടുവിൽ നടക്കുന്നവൻ അരുളിച്ചെയ്യുന്നു. 7 നക്ഷത്രം സഭയുടെ 7 ദൂതന്മാരാണെന്നും 7 നിലവിളക്കുകൾ 7 സഭകളെന്നും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ വലങ്കൈ കാണിക്കുന്നത് ദൈവിക അധികാരത്തെയും കരുതലിനെയുമാണ് വലങ്കൈ കാണിക്കുന്നത്. ക്രിസ്തു തൻ്റെ ദാസന്മാരെ വലങ്കൈയിൽ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമ്മളിവിടെ ഭരിക്കേണ്ടത്. അതുകൊണ്ട് വലങ്കയിൽ പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേ തൻ്റെ ദാസന്മാരെ വലങ്കയിൽ സൂക്ഷിക്കുന്നു എന്നുള്ളൊരു ചിന്ത ഈ ദിവസങ്ങളിൽ നമുക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 7 പൊൻനിലവുകൾ എന്ന് പറയുന്ന 7 സഭയാണ്. ഈ സഭയുടെ മധ്യത്തിലാണ് യേശു നിൽക്കുന്നത്. യേശു ഉലാത്തിക്കൊണ്ട് നിൽക്കുന്ന സഭയുടെ മധ്യത്തിലാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ കൃഷിക്കാർക്കൊക്കെ അറിയാം, കൃഷിയുടെ നടുക്ക് ഇവിടെ ഇങ്ങനെ കൃഷി നടത്തുന്നയാൾ നടക്കുമ്പോൾ വിവിധ ഉദ്ദേശത്തോടെയാണ് നടത്തുന്നത്. അതിന് വളർച്ചയുണ്ടോ എന്ന് നോക്കും, അതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും കീടങ്ങളുടെ ശല്യം ഉണ്ടോ എന്ന് നോക്കും, അതുപോലെ എന്തെങ്കിലും വളം കുറവുണ്ടോ എന്ന് നോക്കും, അവിടെ വളം ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ളത്. അതുപോലെ കർത്താവ് ഇവിടെ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്ന ദൈവം, എല്ലാം മനസ്സിലാക്കുന്ന ദൈവം. ഇവിടെ പറയുന്നത് താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് ഇനി തുടർന്ന് ചിന്തിക്കാം. ഇതിൻ്റെ സമയം ഇവിടെ തീർന്നല്ലോ, അതുകൊണ്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തുടർന്ന് ചിന്തിക്കാം. തീർച്ചയായും നമുക്ക് ഇതെല്ലാവരും ഇത് കേൾക്കണം, ഇത് പറയുന്നത് കേൾക്കണം. നിങ്ങളൊരു നോട്ട്ബുക്കും ഒരു പേനയും ഒക്കെ ഉണ്ട്, നോട്ട് ചെയ്ത് എഴുതിയാൽ ഇത് നല്ല കാര്യമാണ്. നമ്മൾ ഈ 7 ഇവിടുത്തെ ലോക്കൽ ചർച്ചസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 7 ചർച്ച് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലായിരിക്കണം സഭ ആയിരിക്കേണ്ടതെന്ന്. ശരിക്കും അത് വലിയൊരു കണ്ണുതുറപ്പാണ്. ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പിന്നെയും ഇത് പണ്ട് ഇത് പഠിച്ചാണ്, വീണ്ടും നമ്മളിത് പഠിക്കുമ്പോൾ ഇത്രയും മീനിങ് ഇതിനകത്തുണ്ടല്ലോ. കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ വീണ്ടും സംസാരിക്കുകയാണ്. ഓരോ നല്ല കാര്യങ്ങൾ, ആത്മാവ് എടുത്തു പറയുന്ന നല്ല കാര്യങ്ങൾ, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുന്നുണ്ട്. ശരിക്കും ഇതാണ് ഇന്നത്തെ സ്ഥലകാല സഭകളിലെ ആവശ്യമായിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ ദിവസവും ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇന്ന് സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നാളെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ നാളെ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇതിന് 5 കാര്യങ്ങൾ ആത്മാവ് ഏറ്റെടുത്ത് പറയുന്ന 5 കാര്യങ്ങൾ, ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള 5 കാര്യങ്ങൾ നാളെ ചിന്തിക്കാം. അത് നാളെ തീർന്നില്ലെങ്കിൽ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്യും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. ഈ ദിവസങ്ങളിൽ ആത്മാവ് സഭകളോട് പറയുന്നത് കൂടുതൽ വിശകലനം ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ കർത്താവെ, അടിയനോട് സംസാരിക്കുന്നതാണ്. ഞാൻ സഭയുടെ ഒരു അംഗമാണല്ലോ, ദൈവികമായിട്ടുള്ള കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗമാണല്ലോ. അതിനാൽ എന്നോട് സംസാരിക്കുന്നതാണ് എന്ന് ചിന്തിപ്പാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏത് രീതിയിൽ മുമ്പോട്ട് പോകണമെന്നുള്ള വലിയ ചിന്ത ഈ ദിവസങ്ങളിൽ അടിയങ്ങളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഹായിക്കണം, ശക്തീകരിക്കണം, നടത്തണം. കർത്താവെ, രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഈ തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്ഷീണാവസ്ഥയിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ മുഴകൾ വന്നിട്ട് ഓപ്പറേഷൻ ആവശ്യമായിട്ട് ഇരിക്കുന്നവർ, അത് ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളാണോ എന്ന് ഡൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർ ഇത് ശ്രദ്ധിക്കുന്നല്ലോ. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ തൊട്ട് സൗഖ്യമാക്കണമേ. ആ മുഴകളൊക്കെ അപ്രത്യക്ഷമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗമൊന്നും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ ശക്തി ഈ ദിവസങ്ങൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. കർത്താവെ, ഉള്ള ജോലി നഷ്ടപ്പെട്ടു, ജോലിയില്ല, കുടുംബത്തെ പുലർത്താനായിട്ട് പറ്റുന്നില്ല, കുഞ്ഞിന് അസുഖമായിരിക്കുന്ന ഒരു കുടുംബം, കർത്താവെ നീ സൗഖ്യം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിന് വിട്ടുമാറാത്ത പനിയും ചുമയും, കർത്താവെ നീ ആ
പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നീ കൽപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിക്ക് ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവ് വരുമാന മാർഗം കർത്താവെ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സഹോദരി പ്രാർത്ഥിക്കുന്നല്ലോ, ആ മനുഷ്യൻ്റെ വേണ്ടാത്ത എല്ലാ വൈസസിൽ നിന്നും അവനെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ വലിയ കർത്താവിനെ അറിയുവാനുള്ള വലിയ അവസരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വലിയ അനുഭവത്തിൽ ജീവിപ്പാനായിട്ട് ആ കുടുംബത്തെ സഹായിക്കണമേ. ആ എല്ലാ ബാധകളും എല്ലാ രോഗങ്ങളും ആ ഭവനത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ഓരോ രോഗത്തിൽ ഇരിക്കുകയും ചെയ്യുന്നവരെ എല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ സൗഖ്യം അയക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്, ടീമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളിത് മിസ് ചെയ്യാതെ കാണണം. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണല്ലോ. ഇത് മിസ് ചെയ്യാതെ കാണണം. 15-20 മിനിറ്റ് സമയമല്ലേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങളിത് വാച്ച്ഫുള്ളായിട്ട് ഇത് കാണണം, ശ്രദ്ധിക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.